ഇന്ന് രാത്രി ഇവിടെ ഒരു പബ്ബിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നമുക്ക് പോയാലോ? സംഭവം ആ പബ്ബ് എൻ്റെ ഫ്രണ്ടിൻ്റെയാ. സോ നമുക്ക് ഫ്രീ ആയിട്ട് 2 ഡ്രിങ്ക്സ് ഓടിക്കാം. എടാ, ഞാനിതുവരെ ഇങ്ങനെ പബ്ബിലൊന്നും പോയിട്ടില്ല. അതൊന്നും സാരമില്ല, ഞാനില്ലേ, നീ എൻ്റെ കൂടെ വന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്നാ ഓക്കെ. അപ്പോൾ ഇന്ന് നൈറ്റ് നീ റെഡിയായി നിൽക്ക്, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ? ഓക്കെ. റയാൻ, മതി, നീ ഇപ്പൊ തന്നെ നല്ല ഓവറാ. നീ വന്നേ, നമുക്ക് പോവാം. ദേ ഓരെണ്ണം കൂടെ, അത് ഞാൻ നിർത്തും, സത്യം. എന്നിട്ട് നമുക്ക് പോവാം. ഈ സ്റ്റെപ്പ് എന്താ ഇങ്ങനെ മേളിലോട്ടിരിക്കുന്നേ? ഇത് താഴോട്ടിരുന്നാ പോരെ? അത് നമ്മളിപ്പോ മേളിലോട്ടല്ലേ കയറുന്നേ, അതുകൊണ്ട് തോന്നുന്നതാ. നീ ഇങ്ങനെ ഭാരിച്ച കാര്യമൊന്നും ചിന്തിക്കണ്ട, നീ ഒന്ന് വന്നേ. നീ ഇന്ന് പോണ്ട, നീ ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ ഞാനിവിടെ പോവാനാ? ഇത് എന്റെ അപ്പാർട്ട്മെന്റ് അല്ലേ? ആണോ? എന്നാ നീ വാ, ഇവിടെ എൻ്റെ അടുത്ത് കിടക്ക്, നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം. ഈവാനെ, നിന്റെ കവിളെന്താടാ ഇത്രയും സോഫ്റ്റ്? നല്ല പഞ്ഞിക്കെട്ട് പോലുണ്ട്. ഞാനൊരു ഉമ്മ വച്ചോട്ടെ? റയാൻ, അത് ഞാൻ തരും, നീ വാ. 4 അടിച്ച നീ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. എടാ, നിനക്കറിയാലോ എനിക്ക് സ്ട്രോബെറി എന്തോരം ഇഷ്ടമാന്ന്. നിന്റെ ചുണ്ടെന്താ സ്ട്രോബെറി പോലെ ഇരിക്കുന്നേ? കാണുമ്പോ കടിച്ച് തിന്നാൻ തോന്നുന്നു. റയാൻ, നീ എന്താ പറയുന്നതെന്ന് നിനക്ക് ബോധമുണ്ടോ? എനിക്ക് നല്ല ബോധമുണ്ട്. ആണോ? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. എന്താ? നിന്റെ ചുണ്ട് കാണുമ്പോ എനിക്കും ഇതേ സെയിം ഫീലിംഗ്. എന്ത് ഫീലിംഗ്? നീ ഇപ്പൊ പറഞ്ഞതുപോലെ എനിക്ക് നിന്റെ ചുണ്ട് കടിച്ച് തിന്നാൻ തോന്നുന്നു. ആണോ? അതെ. Can I taste your lips? Of course. നാളെ രാവിലെ നീ ഇത് റിഗ്രറ്റ് ചെയ്യില്ലല്ലോ? ഒരിക്കലുമില്ല. இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு தவிப்பதேனோ மனம் கலங்கி புலம்புகிறேன். ഇവാൻ, നീ എന്തായി കാണിക്കുന്നേ? എന്താ, എനിക്ക് കെട്ടിപ്പിടിച്ചൂടെ? കെട്ടിപ്പിടിക്കാൻ നമ്മളെന്താ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആണോ? എന്തേ റയാൻ, ചുമ്മാ തമാശ കാണിക്കല്ലേ? തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. മാത്രമല്ല, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇറ്റ് മേക്സ് മീ അൺകംഫർട്ടബിൾ. റയാൻ, എന്താ? പക്ഷേ ഇന്നലെ നീ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെയോ? ഇന്നലെ എന്താ? ഞാൻ എന്ത് പറയാനാ ഇന്നലെ? നിനക്ക് ഇന്നലത്തെ കാര്യമൊന്നും ഓർമ്മയില്ലേ? ഞാൻ മറന്നുപോയി. നീ എണീച്ചിട്ട് ഞാൻ ചോദിക്കാന്നായിരുന്നു ഇരിക്കുമായിരുന്നു. ഇന്നലെ എന്താ സംഭവിച്ചത്? എനിക്കാണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ചാൽ പിന്നെ ഒരു ബോധവും കാണില്ല. നമ്മൾ ഇന്നലെ എപ്പോഴെങ്കിലും വന്നേ? നമ്മള് ഇന്നലെ ഒരു 12 മണിയൊക്കെ ആയപ്പോ. ആണോ? എനിക്കൊന്നും ഓർമ്മയില്ലടാ. അവിടെ ഇരുന്ന് കുടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എന്താ സംഭവിച്ചെന്ന് പോലും ഓർമ്മയില്ല. എന്തായാലും നീ ഉള്ളത് നന്നായി, ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പെട്ടുപോയനെ. സത്യം പറഞ്ഞ നീ ഉള്ള ധൈര്യത്തില ഞാൻ ഇന്നലെ അത്രയും പെങ്കടിച്ച. എന്റെ ബോധം പോയാലും നീ ഉണ്ടല്ലോ എന്നെ ഇവിടെ കൊണ്ടാക്കാൻ. ഇവാൻ,
നിനക്കെന്താ പറ്റിയേ? നിന്റെ മുഖമൊക്കെ എന്താ ഒരുമാതിരി ഇരിക്കുന്നേ? ആ ഏയ് ഒന്നുമില്ല. ഞാനെന്നാ പോട്ടെ. പോവാണെന്നോ? എങ്ങോട്ട്? ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കുന്നതിനർക്കാ. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് പോയാൽ പോരെ? അല്ലടാ, എനിക്ക് അത്യാവശ്യമായിട്ട് അപ്പാർട്ട്മെന്റ് വരെ ഒന്ന് പോകണം. നീ ഉച്ചയ്ക്ക് അക്കാഡമിയിലോട്ട് വന്നാൽ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. ഷെടാ, ഇവനെന്താ പറ്റിയേ? ഇവാൻ ഇവാൻ ഇവാൻ, നീ അകത്തുണ്ടോ? ഇവാൻ, The person you are calling is currently unavailable. Please leave a message after the tone. ഹലോ ഇവാൻ. ഇവാൻ, നീ എവിടെയാ? 2 ദിവസമായിട്ട് ഞാൻ നിന്നെ വിളിക്കുകയല്ലേ. നിന്റെ അപ്പാർട്ട്മെന്റിൽ ചെന്ന് നോക്കുമ്പോ അവിടെ നീ ഇല്ല. ഫോൺ വിളിച്ചാലാണെങ്കിൽ നീ ഒട്ടും എടുക്കുന്നുമില്ല. റയാൻ, ഞാനിപ്പോ കൊച്ചിയിലല്ല, എന്റെ നാട്ടിലാ. നാട്ടിലോ? നീ എപ്പോഴാണ് പോയേ? നീ എന്താ എന്നോടൊരു വാക്ക് പറയാത്തേ? അത് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു, അങ്ങനെ പോയതാ. ഓ, അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? ശരി, നീ പോയിട്ട് വാ. പോയിട്ട് വന്നിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇവാൻ, അവിടെ നിൽക്ക്. ഇതിപ്പോ 1.5 ആഴ്ചയായി നീ എന്നോട് എന്തെങ്കിലും മിണ്ടിയിട്ട്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. ഞാനെന്ത് തെറ്റാ ചെയ്തതെന്നും എനിക്കറിയില്ല. അയ്യോ, പർപ്പസ്ഫുള്ളി അവോയ്ഡിങ് മീ? ഒരു ദിവസം ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് അങ്ങ് നാട്ടിലേക്ക് പോവാ. പിന്നെ വിളിച്ചാലോട്ട് ഫോണും എടുക്കത്തില്ല, മെസ്സേജ് അയച്ചാലും റിപ്ലൈ ഇല്ല. വാട്ട് ദ ഫക്ക് ഈസ് യുവർ പ്രോബ്ലം? നീ എന്തിനാ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്? എന്താ? വിളിച്ച ഫോൺ എടുക്കണം, മെസ്സേജിന് റിപ്ലൈ തരണം, എവിടെയെങ്കിലും പോകുമ്പോൾ നിന്നോട് പറയണം. ഹു ആം ഐ ടു യു? എ ബോയ് ഫ്രണ്ട് ഓർ എ ഗേൾ ഫ്രണ്ട്? ഇവൻ, നീ എന്താ ഈ പറയുന്നേ? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? നീ എന്റെ ബോയ് ഫ്രണ്ടും അല്ലാണോ? ഏത് നീ എന്റെ കാര്യം അന്വേഷിച്ചോണ്ട് നടക്കാൻ? ഇവൻ, നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ് അതായിരുന്നു, എന്ന് എനിക്കിപ്പോ അങ്ങനല്ല. വാട്ട് യു മീൻ? എനിക്ക് നിന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ല റയാൻ. എന്തുകൊണ്ട്? അതൊന്നുമില്ല. നീ മാറ്, എനിക്ക് പോണം. നീ എവിടേക്കും പോണില്ല. ഇത്രയും നാളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ കൂടെ നിന്നിട്ട് ഇപ്പൊ അങ്ങനെ അല്ലാന്ന് പറഞ്ഞാ എനിക്കറിയണം. ഈ 1.5 ആഴ്ച നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്തെന്ന് എനിക്കറിയണം. പറ, എനിക്കറിയണം. What the hell is the reason? Because I fucking love you. നീ എന്താ പറഞ്ഞേ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് റയാൻ, ഒരുപാട്. റയാൻ, നീ ചുമ്മാ കളിക്കരുത്. എനിക്ക് തമാശ പറയാനുള്ള സമയമല്ല ഇത്. ഞാൻ തമാശ അല്ല പറഞ്ഞത് റയാൻ. എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടാ. എനിക്ക് നിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ല. ബിക്കോസ് ഐ റിയലി ലവ് യു. ഇല്ല, നീ എന്നെ ഇത്രയും നാളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാ കണ്ടേ. ഇനി അങ്ങോട്ട് നീ എന്നെ അങ്ങനെ തന്നെ കാണും. എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട്? നമ്മളെന്ന് കിസ് ചെയ്തു റയാൻ, എന്നിട്ട് നിന്നെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ കാണാൻ പറഞ്ഞ എനിക്ക് പറ്റില്ല. എന്ത്? നമ്മൾ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞേ? അങ്ങനെ അത്ര പബ്ബിന്ന് വന്ന ശേഷം നമ്മൾ കിസ് ചെയ്തു റയാൻ. നീയും കൂടെ സമ്മതിച്ചിട്ടാ ഞാൻ നിന്നെ കിസ് ചെയ്തേ. ആൻഡ് എന്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു അത്. നീ എന്നെ തിരിച്ചും കിസ് ചെയ്തു. അപ്പൊ ഞാൻ കരുതി എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് നിനക്ക് എന്നോടും കാണുമെന്ന്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഒന്നും ഓർമ്മയില്ലാത്ത പോലെ നീ എന്നോട് സംസാരിച്ചപ്പോ ഞാൻ ഇല്ലാണ്ടായി പോയി റയാൻ. ഞാൻ നിന്നെയും കിസ് ചെയ്തെന്നോ? ഇല്ല, നീ കള്ളം പറയാ ഇവാൻ. ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ റയാൻ. ഇതാണ് സത്യം. നിന്നെ എനിക്ക് സ്വന്തമായെന്ന് കരുതി ആ രാത്രി ഞാൻ ഒരുപാട് ചെറിഷ് ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം നേരം പുലരുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കറിയില്ലായിരുന്നു. റയാൻ, പ്ലീസ് എന്നെ ഒന്ന് നോക്ക്. എനിക്കറിയാം നിനക്കൊന്നും ഓർമ്മയില്ലാന്ന്. പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഈ ലോകത്ത് മറ്റാരെക്കാളും ഞാൻ നിന്നെയാ സ്നേഹിക്കുന്നത്. എനിക്ക് ആരും ഇല്ലാതിരുന്നപ്പോഴും നീ മാത്രമല്ല എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ നിന്നെ മാത്രമല്ല സ്നേഹിച്ചിട്ടുള്ളൂ. നിനക്കൊന്നും ഓർമ്മയില്ലാന്ന് അറിഞ്ഞ സങ്കടത്തില്ല ഇത്രയും ദിവസം ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തത്. പക്ഷെ എനിക്കിനി പറ്റില്ല. എന്നെ ഒന്ന് മനസ്സിലാക്കറേ പ്ലീസ്. മനസ്സിലാക്കാനോ? എന്താ ഞാൻ മനസ്സിലാക്കേണ്ടേ? നിനക്കറിയാം ഞാൻ ഡ്രിങ്ക്സ് അടിച്ച എനിക്കൊന്നും ഓർമ്മ കാണില്ല എന്ന്. എന്റെ ആ ഒരു അവസ്ഥ മുതലെടുത്ത് നീയല്ല എന്നെ കിസ് ചെയ്തേ. ആ സമയത്ത് ഞാൻ ഏത് അവസ്ഥയിലായിരുന്നു എന്ന് നീ ചിന്തിച്ചോ? റയാൻ, മിണ്ടരുത്. ഞാൻ നിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയല്ല കണ്ടേ. എൻ്റെ ലൈഫിൽ ഞാൻ ആർക്കും ആ ഒരു സ്ഥാനം കൊടുത്തിട്ടുമില്ല. എന്നിട്ട് നീ അത് എന്തിനാ മുതലെടുത്തേ? റയാൻ, ഇല്ല, ഞാനൊന്നും മുതലെടുത്തിട്ടില്ല. അതെ, നീ എന്താ വിചാരിച്ചേ? നിന്നെ പോലെ ഒരു ഗേ ആണ് ഞാനെന്നോ?
ഐ ആം ഫക്കിംഗ് സ്ട്രെയിറ്റ്. നീ ഒരു വലിയ മിസ്റ്റേക്കാ ചെയ്തത് ഇവാൻ. എനിക്ക് ഒരിക്കലും നിന്നോട് പൊറുക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ എന്തിനാ കിസ് ചെയ്തെന്ന് പോലും എനിക്കറിയില്ല. ആൻഡ് ഐ ഫീൽ ഡിസ്കസ്റ്റിംഗ് മൈസെൽഫ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു. നിന്റെ ഈ മിസ്റ്റേക്ക് കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അവസാനിക്കുക. ഇനി ഒരിക്കലും എൻ്റെ കൺമുന്നിൽ പോലും നിന്നെ ഞാൻ കാണരുത്. റയാൻ പ്ലീസ് പ്ലീസ് അങ്ങനെ പറയരുത്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എന്നെ തൊട്ടു പോകരുത്. നിന്റെ ഓരോ ടച്ചിലും എന്നെ ദേഹം പൊള്ളുക. എൻ്റെ അടുത്തേക്ക് പോലും നീ വരരുത്. എനിക്ക് നിന്നെ ഇനി കാണണ്ട. എൻ്റെ കൺമുന്നിൽ നിന്ന് പോ പ്ലീസ്. ஒரு மின்சார பார்வையின் வேகம் வேகம் உன்னோடு நான் கண்டு கொண்டேன். ஒரு பெண்ணோடு தோன்றிடும் தாபம் தாபம் என்னோடு நான் கண்டு கொண்டேன். என்னை மறந்து விட்டேன். இந்த உலகத்தில் நான் இல்லை நான் இல்லை. உன்னை இழந்து விட்டார். எந்த மலரிலும் தேனில்லை தேனில்லை. இது கனவா இல்லை நினைவா? உண்மை கிள்ளி உண்மை தெளிந்து உன்னை பார்த்தெந்தன் தாய்மொழி மறந்தே. கண்ணாலனே எனது கண்ணை நேற்றோடு காணவில்லை. என் கண்களை பறித்து கொண்டுமே இன்னும் பேசவில்லை. ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானும். உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடமாறுமேனோ. வாய் பேசவே வாய்ப்பில்லை. வழி தீர வழி என்னவோ. ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഒരുപാട് അവനെ കാണാൻ ശ്രമിച്ചു. അവനുണ്ടാവാൻ ചാൻസുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി. ഒരുപാട് ഫോൺ ചെയ്തു, ഒരുപാട് മെസ്സേജസ് അയച്ചു. പക്ഷെ ഒന്നിനും ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. എനിക്ക് ദൂരെ നിന്നെങ്കിലും അവനൊന്ന് കണ്ടാൽ മതി എന്നായിരുന്നു. ഓരോ ദിവസം അവനെ കാണാതിരുന്ന് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഞാൻ ഡിപ്രഷനിലേക്ക് പോയി. എൻ്റെ ലൈഫിൽ എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനും കൂടെ പോയപ്പോൾ ചത്താ മതിയെന്നായി. പിന്നെ പതിയെ പതിയെ എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ അക്കാഡമിയിലേക്ക് നീ ഇവന് തിരിച്ചു പോയില്ലേ? അവനവിടെ വന്നാലോ എന്ന് കരുതി കുറച്ച് ദിവസമൊക്കെ ഞാൻ അവിടെ പോയി നോക്കി. എന്നാൽ അവിടെ അവൻ വന്നില്ല. പിന്നെ എൻ്റെ മുഖം പോലും അവന് കാണണ്ടെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം നിർത്തിയിട്ടാണ് പോകുന്നത്. പിന്നെ നാട്ടിൽ വന്ന ശേഷം ഒരുപാട് നാൾ വീട്ടിൽ തന്നെ ആയിരുന്നു. പുറത്തോട്ടൊന്നും ഇറങ്ങാതെ മര്യാദയ്ക്കൊന്നും ആഹാരം പോലും കഴിക്കാതെ. പിന്നെ അങ്ങനെ പോയാൽ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ അത് വല്ലാണ്ട് ബാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരു അക്കാഡമിയിൽ ചേർന്നു. പിന്നെ രാവും പകലൊന്നും ഇല്ലാതെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. എല്ലാത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടം പോലെ. എൻ്റെ മുഴുവൻ സമയം ഞാൻ ഡാൻസിന് വേണ്ടി മാറ്റിവെച്ചു. കാല് രണ്ടും തളർന്നു പോകുന്നത് വരെ ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് മാത്രം അവൻ പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ സെലക്ഷൻ നടക്കുന്നതെന്ന് അറിഞ്ഞ് പിന്നൊന്നും നോക്കിയില്ല. അപേക്ഷ അയച്ചു, കിട്ടി. എന്നാൽ സത്യമായിട്ടും അവനിവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് ആദ്യമായിട്ട് അവനെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാനാ തോന്നി. പക്ഷേ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നതെന്ന് അറിഞ്ഞപ്പോൾ തകർന്നു പോയി ഞാൻ. ഇവാൻ, നിനക്കിപ്പോഴും റയാനെ ഇഷ്ടമാണോ? ഞാൻ അവനെ മറന്നിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഒരേ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അതവനാ. അതെന്നും അങ്ങനെ ആയിരിക്കും. പക്ഷെ അവന് നിന്നോട് ഇഷ്ടമില്ലല്ലോ. അവന് വെറുപ്പല്ലേ നിന്നോട്? ഒരുപാട് നാൾ ഞാനും അവന് നല്ല ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഓരോ സംസാരത്തിൽ നിന്നും അവൻ്റെ ഓരോ നോട്ടത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും എനിക്കവനെ നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റും. അത് കാരണം എനിക്കറിയാം അവനെന്നോട് ഇഷ്ടമില്ലായിരിക്കാം, പക്ഷെ അവനെന്നോട് വെറുപ്പില്ല. പിന്നെ അവനിപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അതെന്നോടുള്ള വെറുപ്പുകൊണ്ടൊന്നുമല്ല. അതവൻ അവനെ തന്നെ സ്വയം എന്തോ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അതാരോടും പറയാതെ കൊണ്ടു നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാനതറിയും. അത് അവൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. ശരിയായിരിക്കും നീ പറഞ്ഞത്. അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും കാണും. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. പിന്നെ ലൈഫ് അങ്ങനെയാണോ, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ ഒരു കാര്യം അറിയാം,
അവൻ നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് അവൻ തന്നെ നിന്റെ അടുത്തേക്ക് വരും. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, 1 2 3 4. എന്റെ പൊന്നിട, ആ കണ്ണാടി നോക്കി സൗന്ദര്യം ആസ്വദിക്കാതെ ഒന്ന് സ്റ്റെപ്പിട്ട് കളിക്കോ? മിസ്റ്റർ മനു, നമ്മൾ കളിക്കുന്ന ഡാൻസ് പോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും പ്രാധാന്യമുള്ള ഒന്നാണ്. ഞാൻ അതാണ് ശ്രദ്ധിക്കുന്നത്, അല്ല അതിന്റെ സൗന്ദര്യമില്ല. യു അണ്ടർസ്റ്റാൻഡ്? ആ അതെ അതെ, എന്തെങ്കിലുമൊക്കെ കാണിക്കേ. കൂടെ പോവാം, വാ. ഇവിടെ നീ ഇതെങ്ങോട്ടാ കയറി പോകുന്നേ? നീ ഇടത്തോട്ടാ പോകണ്ടേ, ഞാൻ വലത്തോട്ടും. ഞാൻ വലത്തോട്ടും നീ ഇടത്തോട്ടും. ഇതൊരു നടക്കി പോകൂല. നിർത്തി, ഞാൻ നിർത്തി. ഞാനിവിടെ എന്റെ ഒപ്പിട്ട് എന്റെ രാജികത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാണിക്കുക, ഞാനൊരു മൂലയ്ക്ക് നിന്ന് എന്തെങ്കിലും കളിച്ചോളൂ. നിങ്ങൾ അപ്പുറത്തെ മൂലയ്ക്ക് നിന്ന് എന്ത് വേണോ കളിച്ചു. എനിക്ക് വയ്യ. സത്യം പറയാലോ, നിങ്ങളെ 3 പേരെ അങ്ങനെ അറിഞ്ഞ ഒരു ടീമിലാക്കിയതാ. നീ ചിരിക്കരുത്. നിനക്ക് പേരപ്പായിട്ട് ഒരാളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് കിട്ടിയിരിക്കുന്ന എക്സ്ട്രാ 2 എണ്ണത്തിന്. എന്നിട്ട് അയാളുടെ ഒരു സംസാരം, കെമിസ്ട്രി വേണം പോലും. കെമിസ്ട്രി നിനക്കാവുമ്പോ കപ്പിൾ ഡാൻസ് കളിച്ചാലും കെമിസ്ട്രി കാണിക്കാം. ഞാൻ ഈ 2 എണ്ണത്തിനെ വെച്ച് എന്ത് തേങ്ങ കാണിക്കാനാ? എന്റെ പൊന്നു പൊട്ട, നിങ്ങൾ 3 പേരായിട്ട് നിങ്ങളോട് കെമിസ്ട്രി വേണമെന്ന് അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. കെമിസ്ട്രി ഒക്കെ നമ്മളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ശരിയാ, അയാൾ കെമിസ്ട്രി വേണമെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. അതെന്തായാലും നന്നായി. ഇല്ലേ, നിങ്ങളെ കൊണ്ട് ഞാൻ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും കൊണ്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടേനെ. ഈ എൻജോയ്. ഞാൻ പോയി എന്റെ കെമിസ്ട്രി ഒന്ന് കണ്ടുപിടിക്കട്ടെ. പോടാ പോ, നാശത്തിലേക്കാ നിന്റെ പോക്ക്. ഇതിനേക്കാളും ഭേദം ഞാൻ എന്റെ നിഴലിലൂടെ കളിക്കുന്നതായിരുന്നു. ലൂക്ക, നീ എണീറ്റില്ലേ? പ്രാക്ടീസിന് സമയമായി, വാ. ഈ പേരപ്പ് ഡാൻസ് കണ്ടുപിടിച്ചാൽ എന്റെ കയ്യിൽ കിട്ടിയ കൊന്നു കളയും ഞാൻ. എന്താടാ, എന്തു പറ്റി? ഒറ്റയ്ക്ക് എന്നോട് എത്ര വേണോ ഡാൻസ് കളിക്കാൻ പറഞ്ഞോ, ഞാൻ കളിക്കും. പക്ഷെ ഈ പേരപ്പ്, അതും അവന്റെ കൂടെ, എനിക്ക് പറ്റുന്നില്ല. നമുക്കിവിടെ ചോയ്സ് ഇല്ലല്ലോ. മാനേജ്മെന്റ് എന്താണോ പറയുന്നത് അതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റൂ. നീ എന്തായാലും വാ. ഇറ്റ്സ് ജസ്റ്റ് പ്രാക്ടീസ്, അതങ്ങനെ കണ്ടാൽ മതി. പ്രാക്ടീസ്? അതിനോട് പ്രാക്ടീസ് അല്ലല്ലോ നടക്കുന്നത്. ഹി ഈസ് ഫ്ലേർട്ടിങ് വിത്ത് മീ ആൻഡ് ഇറ്റ്സ് ഓബ്വിയസ്. റിയലി? നീ ആരവനെ പറ്റിയാണോ പറയുന്നത്? പിന്നല്ലാതെ ആരാ എന്റെ പേര്? ആൻഡ് വാട്ട് അബൌട്ട് യു? നിനക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ബ്രോ നോ, ഞാൻ അവനങ്ങനെ കണ്ടിട്ടേ ഇല്ല. അവനെന്നല്ല, ആരെ. ഓക്കെ കൂൾ, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. കാരണം അവൻ കാണാൻ നല്ല ക്യൂട്ടാണ്. അതുപോലെ അവന്റെ സ്വഭാവം മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. എക്സാക്ട്ലി, അതെനിക്കറിയാം. അവൻ കാണാൻ നല്ല ക്യൂട്ടാ. അതുപോലെ അവന്റെ സ്വഭാവം പ്രത്യേകിച്ച് മോശമൊന്നുമില്ല. ആൻഡ് അതാണ് എന്റെ പ്രശ്നവും. വെയിറ്റ്, വാട്ട്? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാനെന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ പൊന്നു ലൂക്ക, നീ പറയുന്നതൊന്ന്, പക്ഷെ ചെയ്യുന്ന മറ്റൊന്ന്. നമുക്ക് കാണാം എത്ര നാളിങ്ങനെ പോകുന്നു. എടോ, ഇത് നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നീ കൂടി ഇനി തുടങ്ങല്ലേ, എനിക്ക് വയ്യ. ശരി, നീ കൂടുതൽ ചിരിക്കണ്ട. നിന്റെ പേരാരാന്നറിയാലോ. നീ അവനെ എങ്ങനെ മെരുക്കിയെടുക്കാനാ നിന്റെ പ്ലാൻ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ. എനിക്കറിയില്ല. ഇന്നത്തെ ഡേ സർവൈവ് ചെയ്യാൻ പറ്റിയ തന്നെ വലിയ ഭാഗ്യം. റയാനല്ലേ ആള്. നീ ഒരു പൊട്ടലും ചീറ്റലും പ്രതീക്ഷിച്ചു. പിന്നൊരു കാര്യം, അവൻ ലിമിറ്റ് ക്രോസ് ചെയ്ത് നിന്നെ എന്തെങ്കിലും പറഞ്ഞ നീ അതിന് പ്രതികരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇടപെടും. ഹലോ, എക്സ്ക്യൂസ് മീ, പ്രാക്ടീസിന്റെ സമയമാണ്. ഒന്ന് എഴുന്നള്ളാവോ? ഓ, അടിവാതിലും തുറന്നു വന്നേക്കാ കടവാവല്. റയാൻ, എന്റെ കൈ വേദനിക്കുന്നു. പതുക്കെ. റയാൻ, എനിക്ക് വേദനിക്കുന്നു. റയാൻ, നീ എന്തായി കാണിക്കുന്നേ? വാട്ട് ഡിഡ് ഐ ഡു? അവൻ വീണതിന് ഞാൻ എന്ത് ചെയ്യാനാ? അത് അവന്റെ ഫോൾട്ടാ. അവനോട് പറ മര്യാദയ്ക്ക് കളിക്കാൻ. അവൻ വീണതല്ലോ, നീയായിട്ട് തള്ളിയിട്ടതല്ലേ. അല്ല, ഇവൻ വീഴുന്നതിന് നിനക്കെന്താ പ്രശ്നം? നിനക്കത്രയ്ക്ക് ദണ്ണുണ്ടേലേ നിന്റെ പേരായിട്ട് ഇവനെടുത്തോ. ഡാൻസ് ആകുമ്പോ വീഴുകയും പരിക്കുറ്റൊക്കെ ചെയ്യും. ലെറ്റ്സ് ഗോ നാച്ചുറൽ. മോനെ റയാനെ, ഇപ്പൊ നീ കാണിച്ചതുപോലെ ഇവൻ തിരിച്ചു കാണിച്ച അപ്പോഴും നീ ഇത് തന്നെ പറയണം, നാച്ചുറൽ ആണ്. ലൂക്ക, മതി. റയാൻ, ബാക്കി പ്രാക്ടീസ് നാളെ ചെയ്യാം. ഓ, ആയിക്കോട്ടെ.
ഇവാൻ, എനിക്കറിയാം നിനക്ക് അവനോടുള്ള ഫീലിങ്സ് എന്ന് കരുതി എല്ലാം നീ കണ്ടില്ലാന്ന് വെക്കരുത്. ഇന്ന് അവൻ നിന്നോട് കാണിച്ചത് എന്താ? അവൻ മനഃപൂർവ്വം അതൊക്കെ ചെയ്യുന്നേ. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നേ? അറ്റ്ലീസ്റ്റ് നീ ഒന്ന് ചെറുതായിട്ടെങ്കിലും പ്രതികരിക്കേ. അല്ലെങ്കിൽ അവനിത് നിർത്താൻ പോണില്ല. വീണ്ടും നിന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടേയിരിക്കും. ലൂക്ക, നിനക്ക് തോന്നുന്നുണ്ടോ അവന് നിന്നോട് ഫീലിങ്സ് ഉണ്ടാവുമെന്ന്? അതിനൊരു ശതമാനമെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇന്നിങ്ങനെ ചെയ്യില്ല. നിന്റെ ഇഷ്ടം നീ എന്നേ അവനോട് തുറന്നു പറഞ്ഞതാ. എന്നിട്ടിപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അന്ന് നിന്നോട് എന്ത് വെറുപ്പാണ് അവനുണ്ടായിരുന്നത്, ആ സെയിം തന്നെയാ ഇപ്പോഴും. എനിക്കറിയാം അവൻ എന്നെ ഇഷ്ടമില്ലെന്നും ഇനി ഒരിക്കലും അവൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടാവില്ല എന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. എന്ന് കരുതി അവൻ എന്നെ ശത്രുവിനെ പോലെ കാണുന്ന പോലെ എനിക്ക് തിരിച്ചു അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഒരു സമയത്ത് ഞാൻ അവനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ വിഷമിപ്പിക്കാനായിട്ട് പറഞ്ഞതല്ല ഇവൻ. പക്ഷേ യു ഷുഡ് റിയാക്ട്. എപ്പോഴും എല്ലാത്തിനും ഇങ്ങനെ മൗനം പാലിക്കരുത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വരാം. റയാൻ, ഇങ്ങോട്ട് വാ. റയാൻ, വീട് നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? റയാൻ, നീ എന്താ കാണിക്കുന്നേ? നീയെല്ലാം ലൂക്കയോട് പറഞ്ഞല്ലേ? ചോദിച്ച കേട്ടില്ലേ? നീ എന്തിനാ എല്ലാം ലൂക്കയോട് പറഞ്ഞേ? ഞാനൊന്നും കള്ളം പറയരുത്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന കേട്ടിട്ടാ ഞാനിപ്പോ ചോദിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു. എന്തിന്? എനിക്ക് പറയാൻ തോന്നി ഞാൻ പറഞ്ഞു. അതിന് നിനക്കെന്താ? നീ പേടിക്കുന്ന പോലെ ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. നിനക്കെന്നോട് വെറുപ്പല്ലേ? അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിനക്കെന്നോട് ഫീലിങ്സ് ഉണ്ടോന്നൊന്നും ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? ഇവൻ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. നീ അവനോട് പറയുന്ന കേട്ടല്ലോ നിനക്കിപ്പോഴും എന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ എൻ്റെ കൺമുന്നിൽ പോലും വരരുതെന്ന്. എന്നിട്ട് നീ വീണ്ടും വന്നു. സത്യം പറ, ഇതെല്ലാം നിന്റെ പ്ലാൻ അല്ലേ? പ്ലാൻ? എന്ത് പ്ലാൻ? നിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് നിന്നെ കൊണ്ട് എസ് പറയിപ്പിക്കാനാണെങ്കിൽ എനിക്കത് എന്നേ ചെയ്യായിരുന്നു. ബിക്കോസ് ഐ നോ എല്ലാവരും വിചാരിക്കുന്ന പോലെ നീ ഒരു ഹോമോഫോബിക് അല്ല. യു ജസ്റ്റ് പ്രിറ്റൻഡിങ്. നീ അതുപോലെ നടിക്കുക, അല്ലെങ്കിൽ സ്വയം നീ നിന്നെ തന്നെ എന്തോ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ അഭിനയിക്കുക. നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ നിന്നെപ്പോലെ ഒരു ഗേ ആണെന്നാണോ? അല്ല, നീ ഗേ ആണോ സ്ട്രെയിറ്റ് ആണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ നീ നല്ലൊരു നടനാണ്. ഉള്ളിലൊന്ന് ഒളിപ്പിച്ചിട്ട് പുറമെ നല്ലതുപോലെ അഭിനയിക്കാൻ നിനക്കറിയാം. നീ നാഴികയ്ക്ക് 40 തൊട്ട് പറയുന്നുണ്ടല്ലോ എന്നോട് വെറുപ്പാണെന്ന്. നിനക്കിപ്പോൾ എൻ്റെ കണ്ണിൽ നോക്കി പറയാൻ പറ്റുമോ നീ എന്നെ വെറുക്കുന്നുണ്ടെന്ന്? നീ എന്നെ ഒരു തരി പോലും സ്നേഹിച്ചിട്ടില്ലെന്ന്? ഇവൻ സ്റ്റോപ്പ് ഇറ്റ്. മതി, നിർത്തിക്കോ. വൈ ഷുഡ് ഐ സ്റ്റോപ്പ്? നിനക്കെന്നെ കണ്ണിൽ പോലും നോക്കാൻ പറ്റുന്നില്ലല്ലോ റയാൻ. അതിൻ്റെ അർത്ഥം എന്താ? നീ എന്താ ഒളിപ്പിക്കുന്നേ? സത്യത്തിൽ നിന്റെ ഉള്ളിൽ എന്താ? ഡു യു ഹേറ്റ് മീ? നിനക്ക് എന്നോട് അത്രയ്ക്ക് വെറുപ്പാണോ? അതെ, എനിക്ക് നിന്നോട് വെറുപ്പാണ്. ഐ ഹേറ്റ് യു. പിന്നെ നിന്റെ ഫീലിങ്സ് അതിപ്പോൾ ഇവിടെ വെച്ച് നീ കുഴിച്ചു മൂടിക്കോ. ഡോണ്ട് ട്രൈ ടു പ്ലേ വിത്ത് മീ വാൻ. ദെൻ വൈ ഡിഡ് യു കിസ് മീ? എന്താ? നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ തിരിച്ച് കിസ് ചെയ്തേ? അല്ല, ഞാനല്ല, നീ എന്നെ കിസ് ചെയ്തേ. അന്ന് രാത്രി നമ്മൾ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്തു. അത് നീ എൻജോയ് ചെയ്യുകയും ചെയ്തു. നോ, ഐ ഡിഡ്ന്റ്. നീ കള്ളം പറയാം. ശരി, അതേ കിസ് ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ ചെയ്യാൻ പോവാ. അപ്പോൾ അറിയാലോ നീ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന്. How dare you to kiss me? You're gonna pay for this. റയൻ, വാതിൽ തുറക്ക്. റയൻ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വാതിൽ തുറക്ക്. റയൻ, ഐ ആം റിയലി സോറി റയൻ. പ്ലീസ് ഒന്ന് വാതിൽ തുറക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. ഇവൻ 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 എന്താ വിളിച്ചിട്ട് കേൾക്കാത്തെ?